അമ്മേ, ആ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എന്താ സ്പെഷ്യല്? വൈകുന്നേരം 4 മണിക്കുള്ള സ്പെഷ്യലിനാണ് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കണേ. അതെന്താ? ഇതേ നമുക്കിന്നൊരു മത്തങ്ങ വിളയിക്കാട്ടോ. അതെങ്ങനെ വിളയിക്കണേ നോക്കും, ഞാൻ കാണിച്ചു തരാം. ഇത് 1/2 കിലോ മത്തങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി. ഇത് പയർ വേണം വിളയിക്കാനായിട്ട്. വെള്ളപ്പയർ അല്പം ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കുക്കറിൽ. പിന്നെ അരി വറുത്ത് പൊടിച്ചതാണ് ഇതിൻ്റെ കൂടെ ചേർക്കണേ. പിന്നെ ഇത് 1 മുറി തേങ്ങ, അല്പം ഏലക്ക പൊടിച്ചത്, 1/2 ഉണ്ട ശർക്കര ഉരുക്കി ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നൂൽപ്പരുവൊന്നും ആക്കണ്ട, ഉരുക്കി അരിച്ചു വെച്ചേക്കണത്. പിന്നെ ഇത് ദേ അല്പം ഉണക്കമുന്തിരി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. അണ്ടിപ്പരിപ്പില്ലേ? അണ്ടിപ്പരിപ്പ് ഒന്ന് തീർന്നുപോയി. അണ്ടിപ്പരിപ്പ് തീർന്നുപോയി. അപ്പോൾ അതിൽ എല്ലാ കാര്യത്തിനും എനിക്ക് അണ്ടിപ്പരിപ്പുണ്ട്. നമുക്ക് മത്തങ്ങ ഒന്നേ കുക്കറിലിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അല്പം വെള്ളം ഒഴിച്ച്, അല്പം വെള്ളം മതി, വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇന്ന് ഗ്യാസ് കത്തുമെന്ന് നോക്കട്ടെ കേട്ടോ, വേഗം തന്നെ കത്തുമെന്ന് നോക്കട്ടെ. ഒന്ന് കത്തി. അടച്ച് വെച്ച് അത് കുക്കറിൽ വെക്കുന്നതിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങ ഞാൻ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചത്. പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കണം. പിന്നെ ഇത് ഞാൻ അരി നല്ലോണം കഴുകി വാരിയിട്ട് വേണം കേട്ടോ വറക്കാനായിട്ട്. അരിയുടെ കാര്യമൊക്കെ നമുക്ക് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഒരുപാട് കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ്. അപ്പോൾ കഴുകിയിട്ട് വറക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ട്, എല്ലാം തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിനൊരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ അത് പയറിൽ ഞാൻ അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മത്തങ്ങയിലൊന്നും ഉപ്പിട്ടിട്ടില്ല. നമുക്കത് ഉടച്ച് അരി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരി നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഉണ്ടാവും അത് സുഖം. ഈ അടുപ്പിനാണ് പ്രശ്നം. ഏതായാലും മെക്കാനിക്കിനൊന്ന് വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കത്തിടി. അതുണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ കാര്യം പറഞ്ഞാലൊന്നും അറിയില്ല. ഞങ്ങൾ ഇതൊക്കെ തിന്നാണ് വളർന്നു വന്നേക്കണേ. ഞാൻ എൻ്റെ പെൺകൊച്ചിനോട് പറഞ്ഞപ്പോൾ അവിടെ വയ്ക്കുക അതെന്നാ മത്തങ്ങ എന്നാന്നല്ല, മത്തങ്ങ വിളയിച്ചതിന് എന്നാ ടേസ്റ്റ് എന്നാ ടേസ്റ്റ്. അപ്പോൾ അവളത് തിന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ തിന്നും. അതൊക്കെയാണ് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം. പണ്ട് നമ്മൾ ഇഞ്ചിയൊക്കെ നടുമ്പേ ഇഞ്ചിയുടെ അറ്റത്ത് മത്തക്കുരു പാവ് കഴിയുമ്പോൾ അതിനകത്ത് നല്ല മത്തങ്ങയൊക്കെ വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പോലും കളയാതൊക്കെ മൂട്ടിയിട്ട് തെങ്ങിൻ്റെ കൈയൊക്കെ കൊണ്ടുവന്ന് മൂട്ടിയിടും. എന്നിട്ടാണ് മത്തങ്ങ ഇങ്ങനെ വിളയിച്ചെടുത്തിട്ട് എടുത്തു വയ്ക്കും. മത്തങ്ങ, കുമ്പളങ്ങ, ചിരക്കയുടെ ശരിയോ? ചിരക്കയുടെ അതൊക്കെ കുരു നട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അല്പം ചേരാന്നാ പറയണേന്. ചിരക്കുരു, ചിരവിത്ത്, ചിരയുടെ വിത്ത്
അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്പം. ആ നെയ്യ് എന്താ കളറില്ലേ? ഇത് എരുമപ്പാലിൻ്റെ നെയ്യായത് കാരണം ഈ നിറം. ആ അങ്ങനെയുണ്ട്. നമുക്ക് വരട്ടെ. കാര്യം തേങ്ങക്കൊത്തൊക്കെ ഇതിൻ്റെ കൂടെ വറുത്തിട്ട് കേട്ടോ. പക്ഷെ ഞാൻ തേങ്ങക്കൊത്ത് ഇട്ടില്ല. അച്ഛന് തേങ്ങക്കൊത്ത് ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷെ തേങ്ങക്കൊത്ത് ഇട്ടാൽ എനിക്കും ഇഷ്ടമല്ല. ആ കണ്ടോ, അവള് പറയാ തേങ്ങക്കൊത്ത് എന്തിനാന്ന് ചോദിക്കും. എനിക്കും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആ തേങ്ങക്കൊത്ത് ബീഫിലെ തേങ്ങാക്കൊത്ത് എനിക്കിഷ്ടം. ബീഫിലെ തേങ്ങാക്കൊത്ത് ഇഷ്ടം. എൽദോസിനും ഇവിടെ എൻ്റെ മോനാണെങ്കിലും തേങ്ങക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു പാത്രം എടുക്കട്ടെ കേട്ടോ. ബേസിലും തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല. ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷെ അച്ഛന് ഇഷ്ടം. ചൂടായിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കണേ. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ അരയുണ്ട ശർക്കര, അതാണ് ഞാൻ ഉരുക്കി എടുത്തത്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയിലേക്ക് നെയ്യ് ഇട്ടപ്പോൾ തന്നെ നല്ല മണം ഉണ്ട് കേട്ടോ. മൂത്ത് വരട്ടെ. എന്നിട്ട് ഇത്രയും അരിപ്പൊടി മുഴുവനും ഇടണ്ട കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഞാൻ ഒരു ഗ്ലാസ് പൊടി അരി വറുത്ത് പൊടിച്ചു എന്നുള്ളൂ. നമുക്ക് സൂക്ഷിച്ച് വെച്ചേർന്നാൽ നാളെ. ഈ പയറിടുന്ന എന്തിനാ? പയറിടുമ്പോൾ പയറും മത്തങ്ങയാണ് വിളയിക്കണേ. മത്തങ്ങയും പയറും വിളയിക്കും. അപ്പോൾ അത് കറി പോലെയല്ലേ? കറി പോലെയല്ല, ശർക്കരയല്ലേ. ശർക്കര, ഏലക്കായ, മത്തങ്ങ ഇത് വിളയിച്ച് ഉടച്ചെടുക്കല്ലേ നമ്മൾ. വെള്ളമൊക്കെ പറ്റിയിട്ടോ നമുക്ക് പയറിട്ട് കൊടുക്കാം. അല്പം കുറച്ചിടണോളൂ. ബാക്കിയത്തെ പയറിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഇടുന്നില്ല, കാരണം ഇതെല്ലാം കൂടി കൂട്ടായിട്ട് മത്തങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി, ഒരുപാട് ഇട്ട് നോക്കരുത്. ഒന്നിച്ച് കമത്തരുത് കേട്ടോ. നല്ല മണം ഉണ്ട് ശർക്കര പാനിയിൽ കിടന്ന്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഒന്നുകൂടി ഒരുപാട് പയറിട്ടില്ല കേട്ടോ. ഞാൻ പയർ മുഴുവൻ ഇട്ടില്ല, പകുതി ഇട്ടുള്ളൂ. അരിപ്പൊടി അല്പവും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് അരി കഴുകി പൊടിച്ച് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്, പകുതി അതിനകത്തുണ്ട്. പുറത്തേക്കൂടെ പോകുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ ഏലക്ക പൊടി കുറച്ചിട്ടാ മതി. കുറച്ചിടും. എനിക്കും ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. കുറച്ചിട്ട് എല്ലാവർക്കും ഏലക്കായുടെ ടേസ്റ്റ് ഒന്നും
ഇഷ്ടപ്പെടില്ല. അപ്പോൾ എൻ്റെ മത്തങ്ങ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പപ്സും മുന്തിരിയുടെ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടോ, പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് മറ്റേ കപ്പങ്ങയും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. കപ്പങ്ങ പഴുത്തത് വെച്ചിട്ടും ഉണ്ടാക്കാം. നല്ല മണമുണ്ട്. എനിക്ക് കൊതിയാവുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മത്തങ്ങയും പയറും വിളയിച്ചത് ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് ശർക്കര ചേർന്നിട്ടുണ്ട്, മറ്റേ മുന്തിരി, നെയ്യ് എല്ലാം ചെയ്ത് വരട്ടി ഉണ്ടാക്കിയതാണത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബായ്.